ഹലോ മീര. ഹലോ. മീരയെ കൂടി കണ്ടിട്ട് പോവാന്ന് വെച്ചാ കാത്തിരുന്നേ. മീര എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ? എന്നെ കാണാൻ ഞങ്ങളുടെ വീട്ടിലേ. വന്നു. പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അന്ന് പ്രകാശ് അവിടെ ഇല്ലാത്തോണ്ട് പെട്ടെന്ന് തിരിച്ചുപോയി. കണ്ടോ, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലായിരുന്നു. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഫംഗ്ഷൻ വെച്ച് കണ്ടതായിരിക്കും. ആയിരിക്കും. മീരയ്ക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിരിക്കില്ല. എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഈ രൂപം അങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന പോലെ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടാവും, മീര ഓർക്കാത്തതാ. ഇനി മീരന്റെ ഷോസ് വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല. മീര സീരിയലൊന്നും കാണുന്ന കൂട്ടത്തിലല്ല. ഓ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. MLA സാറ് പറഞ്ഞ പോലെ ചിലരുണ്ട്, എല്ലാ സീരിയലും കാണും, പക്ഷെ കാണുമെന്നും സമ്മതിക്കില്ല, ചുമ്മാ കുറ്റം പറയുകയും ചെയ്യും. ഞാൻ അങ്ങനെ രണ്ടു തരത്തിൽ സംസാരിക്കാറില്ല. അയ്യോ, മീര അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. അല്ല, ഒരു പൊതു രീതി അങ്ങനെ പറഞ്ഞതാ. ഇന്നിപ്പോ എന്തായാലും ആളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയല്ലോ. ഗിരീഷേട്ടൻ എപ്പോഴും പറയാറുണ്ട് ഇയാളെ പറ്റി, വലിയ ഔട്ട് സ്പോക്കൺ ആണെന്നൊക്കെ പറയാറ്. പക്ഷെ അതേ ആളൊന്നും സംസാരിക്കുന്നില്ല. ചിലപ്പോ എന്നെ പോലെ ഒരു പരിചയമില്ലാത്ത ആളെ കണ്ടുകൊണ്ടാവും. പ്രകാശ്, ഒരു കാര്യം ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. എന്താ സർ? വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, എന്നാലും ചോദിക്കാം. പ്രകാശിന് കുത്തുകിട്ടിയ സംഭവം അതൊരു വാർത്തയായിരുന്നല്ലോ. അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്? ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ചോദിച്ചെന്നേ ഉള്ളൂ. സാർ ചോദിച്ചുകൊണ്ട് വിഷമമൊന്നുമില്ല സർ. ഇൻഡസ്ട്രിയിലുള്ള സംസാരം എന്നെ ആരോ കുത്തിയെന്നാ, ഏതോ കാമുകി കുത്തിയെന്നോ കൂട്ടുകാരി കുത്തിയെന്നോ ഒക്കെ വാർത്ത വന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.